ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയത്തേക്കാണ് കേട്ടോ. കോട്ടയത്ത് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, കോട്ടയത്ത് 1-2 ഷൂട്ട് നമുക്കുണ്ട്. അപ്പോൾ രാവിലെ ഒരു 11:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചു. കോട്ടയം യാത്ര എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് അധികം സ്പെഷ്യൽ കൂടിയാണ് കേട്ടോ. കാരണം ഒരു 1.5 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും കോട്ടയത്തേക്ക് പോവുകയാണ്. എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാനും, കാരണം എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് 2.5 വർഷത്തെ ഒരു ഓർമ്മയുണ്ട് കോട്ടയത്ത്. അവിടെ മംഗളത്തിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ ആ സ്ഥലങ്ങളും അമ്പലവും ഒക്കെ വീണ്ടും കാണാലോ എന്ന് ഓർത്തിട്ടുള്ളൊരു സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ക്യാമറയും എല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു. സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു 12:30-12:45 ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ദേ കോട്ടയത്തേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റുമാനൂർ എത്തി. ഏറ്റുമാനൂർ ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഈ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, രാവിലെ തൊട്ട് ഇനി ജോലിക്ക് പോകണമല്ലോ അങ്ങനെയൊക്കെ. പക്ഷേ ശരിക്കും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കാലഘട്ടം എന്ന് പറയുന്നത്, കാലഘട്ടമല്ല, 1-2 വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പോൾ ഇതേ ഏറ്റുമാനൂർ അമ്പലം ശിവക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മെമ്മറി ഉള്ളൊരു സ്ഥലം തന്നെയാണ്. കാരണം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നമുക്ക് എവിടെയും പോകാനായിട്ട് അങ്ങനെ ഒത്തിരി കോട്ടയത്ത് അങ്ങനെ പോകാനായിട്ട് സ്ഥലമില്ല എന്നല്ല, നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് ഏറ്റുമാനൂർ അമ്പലം തന്നെയാണ്. അപ്പോൾ ഇന്നും അമ്പലം ഹോസ്റ്റൽ എന്ന് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ജേണി തന്നെയായിരുന്നു എൻ്റെയും, അതുപോലെ തന്നെ അഞ്ചു ചേച്ചിയുടേതും. ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇഷ്ടം പോലെ നമ്മളിതിലെ ഓടി അല്ലെങ്കിൽ ഒത്തിരി പ്രാവശ്യം നടന്നിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ഇത് അവിടെ കാണുന്ന ഒരു പള്ളിയുണ്ട്, അതുപോലെ ബസ് സ്റ്റാൻഡ്, എല്ലാം ഭയങ്കരമായിട്ട് മെമ്മറീസ് നൽകുന്ന. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണോ സന്തോഷമാണോ ഈ സ്ഥലത്തേക്ക് തിരിച്ച് വന്നതിൻ്റെ അതൊന്നും എനിക്കറിയില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു ഫീല്, അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. എത്തേണ്ട സ്ഥലം എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫിലിം പ്രൊഡ്യൂസറായിട്ടുള്ള നമ്മുടെ സ്വന്തം സജി നന്ദിയേട് സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ പാർത്ഥൻ ചേട്ടൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാനായിരുന്നു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. അടുത്തത് എൻ്റെ ഊഴാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ബുക്ക് കണ്ടോ, ആ ഒരു ബുക്ക് നിറച്ചെന്താന്ന് പറഞ്ഞാൽ ദിലീപ് നടി ആക്രമണ കേസിലെ വിധിയാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഷൂട്ടും കഴിഞ്ഞു കേട്ടോ. ഷൂട്ടൊക്കെ കഴിഞ്ഞ് അവരിരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഒരു അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. രണ്ടാമതൊരു ഷൂട്ടുണ്ട്. അതിവിടെ കോട്ടയം പാലയിൽ തന്നെയാണ്. ഇപ്പോൾ പാല എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ബന്ധമൊന്നും ഇല്ലെങ്കിലും പാലയിലേക്ക് നമ്മൾ പോകുന്നത് അയർക്കുന്നം കിടങ്ങൂർ റൂട്ടാണ്. അപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ഷനുള്ള സ്ഥലം തന്നെയാണ്. കാരണം ഞാൻ അവിടെ റേഡിയോ ജോക്കിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നമുക്ക് അവിടെ നിന്ന് കുറേ ലിസണേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അവരുടെ കോളൊക്കെ വരുമ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ചേച്ചിയാണ്, ബിന്ദു ചേച്ചിയാണ് വിളിക്കുന്നത് അയർക്കുന്നത്ത് നിന്ന്, അതുപോലെ തന്നെ ലിസി ചേച്ചിയാണ് കിടങ്ങൂരിൽ നിന്ന്, അതുപോലെ തന്നെ കുറേ ഒത്തിരി മെമ്മറീസ് ഉണ്ട് നമുക്ക് ആ സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഇതിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ആ 2.5 വർഷം എന്തൊക്കെ ആയിരുന്നു, എന്തൊക്കെ നടന്നു, അതൊക്കെ എനിക്ക് നല്ലൊരു മെമ്മറി തരുന്നൊരു സമയം കൂടിയാണ് ഇത്. അങ്ങനെ വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞ് 4:45 ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. കിടങ്ങൂരടുത്ത് ഒരു കടയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. കടയിൽ നിന്ന് ഒരു ഏഷ്യാഡ്, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഏഷ്യാഡ് നാട്ടോ പറയുന്നത്. ചില നാടുകളിലൊക്കെ, ഇവിടെയൊക്കെ കോട്ടയത്തൊക്കെ സൈഡിലൊക്കെ പറയുന്നത് കപ്പ ബിരിയാണി എന്നാണ്. അപ്പോൾ കപ്പ ബിരിയാണി ഒപ്പം തന്നെ നല്ലൊരു പുഴുങ്ങിയ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ 2 നോൺ വെജ് ഒരുമിച്ച് കഴിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആ മുട്ട പാർത്ഥൻ ചേട്ടന് കൊടുത്തു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി കയറിയിട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആകെ ക്ഷീണിച്ചായിരുന്നു. രാവിലെ തന്നെ ഇറങ്ങിയതല്ലേ. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്ക്, അതുപോലെ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ചെയ്തു. എല്ലാ സാധനങ്ങളും ഞാൻ ബാഗിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് പോവുകയാണ്. പാല എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാല ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് നമ്മൾ കുറച്ച് നേരം വണ്ടി ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പാലയിൽ നിന്ന് നമുക്ക് പോവേണ്ടത് പാല പൊൻകുന്നം റൂട്ടിലായിരുന്നു. പൊൻകുന്നം അടുത്ത് പോകണ്ട, അതിന് കുറച്ച് മുന്നേ ആയിട്ടായിരുന്നു നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര
ഭയങ്കര എന്താ പറയുക, കുറച്ച് മെമ്മറി എനിക്കല്ല, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആ ഒരു വീടിന് കുറേയധികം മെമ്മറീസ് പങ്കുവെക്കാനായിട്ട്. കാരണം നമ്മുടെ ദിലീപ് ഏട്ടനും അതുപോലെ തന്നെ സുരേഷ് ഗോപി അങ്ങനെ കുറേയധികം സിനിമാ താരങ്ങളൊക്കെ വെക്കേഷനൊക്കെ അടിപൊളിയാക്കാനായിട്ട് വരുന്നൊരു സ്ഥലമാണിത്. കാരണം എന്ത് ഭംഗിയായിട്ടുള്ളൊരു എന്താ പറയുക, ഭയങ്കര രസമുണ്ട് അവിടുത്തെ ആ ഒരു ഇത് ഇൻറ്റീരിയർ ചെയ്തേക്കണെയാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു വീട് പണിതിരിക്കുന്നതാണെങ്കിലും ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന അവരുടെ കസിൻ്റെ ആരുടെയും മാരേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ഷൂട്ടിന് ചെന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഈ വീടിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കണോ അതോ ഫോട്ടോ എടുക്കണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ അവരൊക്കെ വന്നു, നമ്മളിത് ക്യാമറയും ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 6:45 7 മണിയോട് അടുപ്പിച്ച് തന്നെ ഷൂട്ടൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇത് വൈഡായിട്ടിട്ടുകൊണ്ടാണ് ഇന്നത്തെ സിനിമയൊക്കെ കാണാനായിട്ട് പറ്റാത്തത്. ശരിക്കും അവിടെ ചെന്ന് കാണണം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്നേക്കാളും അടിപൊളിയായിട്ടാണ് നമുക്ക് ആ ഒരു വീടൊക്കെ കാണാനായിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ കൊച്ചിയിലേക്ക് തിരിച്ച് വരികയാണ്. കൊച്ചിയിലേക്ക് തിരിച്ച് വന്നപ്പോൾ ആ കാണുന്ന കാലിക്കറ്റ് കിച്ചൺ കണ്ടോ. ഈ കാലിക്കറ്റ് കിച്ചൻ്റെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ബിരിയാണി, മലബാർ ബിരിയാണി ഭയങ്കര ടേസ്റ്റുള്ളൊരു ബിരിയാണി കാണുന്നു പറഞ്ഞപ്പോൾ സൂര്യചേട്ടൻ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് സെറ്റ് ആവാണ്ടിരിക്കുന്ന, കാലിക്കറ്റ് ആ പേര് തന്നെ കണ്ടില്ലേ, കാരണം സൂര്യചേട്ടൻ്റെ നാൾ കാലിക്കറ്റാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് റേഡിയോ മംഗളം 91.2 ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റേഡിയോയുടെ FM വെക്കാൻ ഞാൻ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ വെച്ചപ്പോൾ നല്ല പാട്ടൊക്കെ ആയിരുന്നു. അവിടെ ആർജെ തെരേസയുടെ ലൈവൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആ ഒരു സമയത്തേക്ക് കടന്നു ചെന്ന്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഷോ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മെമ്മറീസും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക, നൊസ്റ്റ് പഠിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇത് ഏതാണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര അല്ലെങ്കിൽ രാവിലെ മുതലുണ്ടായിരുന്ന ഓട്ടപ്പാച്ചിലും ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർന്ന് നമ്മളൊരു കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വ്ളോഗോടെ വൈൻഡപ്പ് ചെയ്യാനും സമയമായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും കാണാനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.